അയ്യോ, എല്ലാം ശരിയായെന്ന് തോന്നുന്നില്ല. എല്ലാവരും ഓഫീസിൽ വന്ന. അയ്യോ, എല്ലാവരും എന്നെ ഈ ഒരു കോലത്തിൽ കാണില്ലേ? പിന്നെ നാണോ മാനോ ഇല്ലാതെ ജീവിക്കണം. പുറത്ത് സർദി, ഞാനൊന്ന് അങ്ങോട്ട് എത്തിക്കോട്ടെ. നിന്റെ ശവടക്കം നടത്തും ഞാൻ. എന്നെ ഈ അവസ്ഥയിലാക്കിയിട്ടവൻ. അയ്യോ, എല്ലാവരും വന്നിട്ടുണ്ടല്ലോ. ഇവനെ കൊണ്ട് ഞാൻ കാണിച്ചാടാ. അയ്യോ, ഭാഗ്യം ആ കണ്ടില്ല. ഇവിടെ മനുഷ്യന്റെ മാനം പോയി നിൽക്കുമ്പോ നീ അവിടെ ഇരുന്ന് ജോലി ചെയ്യണല്ലേ? ഇവിടെ വരട്ടെ. ഇപ്പൊ ഭാഗ്യം എല്ലാവരും ജോലിയിൽ ബിസിയാ. പാർസാർ നീ കൂടെ നോക്കണം. നീ കാരണം എന്റെ അവസ്ഥ ഒന്ന് നോക്കിയാ. നീ നിനക്ക് ചെവി കേട്ടോ? ഇത് ഞാൻ അത് ഞാനല്ല പാർസാരഥി. അത് ആരാണ്? എന്നെ പോലെ ഇരിക്കുന്ന അത് ആരാന്ന്? എടാ പാർസാരഥി, എന്താന്ന് മനസ്സിലാവുന്നില്ല. എടാ എടാ ആരാണ് നീ? കണ്ണാളെ മത്തങ്ങ. ഇതിപ്പോ എന്താ എന്റെ ഉള്ളി കൂടെ അല്ല പോയെ? പാർസാരഥി, എടാ ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല നിനക്ക്? പാർസാരഥി, എടാ പാർസാരഥി, എടാ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല നിനക്ക്? എടാ അവൻ ആരാ ചോദിക്കുക? അവൻ ആരാ ചോദിക്കുക? എടാ പാർസാരഥി, എടാ എന്നെ ഒന്ന് നോക്കടാ. ഹലോ ഹലോ, എന്നെ നോക്കി. ഞാനാ വിജയ്. എല്ലാവരും നോക്ക്. എടാ പാർസാരഥി, എടാ എടാ നീ ഏതാ? പാർസാരഥി, എടാ പാർസാരഥി ഒന്നെന്നെ നോക്കടാ. എന്താടാ? എടാ എനിക്ക് എന്തോ പോലെ തോന്നടാ. രാത്രിയിലെ കള്ളുകൂടി കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ നീ കേൾക്കില്ലല്ലോ. ഒന്ന് പോണം. അതൊന്നല്ല, നീ എന്നെ ഒന്ന് നോക്ക്. എന്താടാ? നീ വെറുതെ ആവശ്യമില്ലാതെ ഓരോന്ന് വിളിച്ച് പറയാൻ നിൽക്കരുത് കേട്ടാ. നിന്നോട് ചോദിക്കാൻ വന്നും എന്നെ വേണം തല്ല. ഇന്നലത്തെക്കാളും നിന്റെ മുഖത്ത് എന്തോ ഒരു നല്ല വ്യത്യാസം കാണുന്നുണ്ടാ. എടാ പൊട്ടിച്ചെറ്റ, നീ ഇനി ഒരു അക്ഷരം മിണ്ടി കഴിഞ്ഞ എന്റെ ചെകളടിച്ച് പൊളിച്ച് ഞാൻ മിണ്ടാതിരുന്നു. എടാ സത്യമായിട്ട് നിന്റെ മുഖം കാണുമ്പോ പ്രേതം കയറിയത് പോലെ തോന്നുന്നുണ്ടാ. ഞാൻ സോറിടാ. ഇന്നലെ ഞാൻ നിന്നെ ഒരുപാട് പേടിപ്പിച്ചടാ. ആ പേടി കൊണ്ടാവും നിനക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു നിനക്ക് വിശ്വാസം വന്നില്ല അല്ലേ? നിക്ക്, നിന്റെ ഡൗട്ട് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നീ ഈ CD ഇട്ട് ഒന്ന് കണ്ടു നോക്ക്. നിനക്ക് തന്നെ മനസ്സിലാവും. എന്താടാ ഇത്? ഇതേതോ ചാനലിൽ വരുന്ന ഏതോ ഗുരുക്കളുടെ പടമല്ലേ? അതേടാ, ഞാൻ ഇദ്ദേഹത്തിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. നീ ഒന്ന് ഇട്ട് നോക്ക്, നിനക്ക് മനസ്സിലാവും കാര്യങ്ങള്. ശരി, ഞാനിപ്പോ വേറൊരു കാര്യം പറയാം. നിനക്ക് ചെയ്യാൻ പറ്റും? എന്താണെന്ന് പറ. വായടച്ച് മര്യാദയ്ക്ക് പണിയെടുക്കാൻ നോക്കണം. ആവശ്യമില്ലാത്തൊരു കാര്യങ്ങൾ പറഞ്ഞോട് പോടാ. നിന്നോടൊക്കെ പറയാൻ വന്നാലും ഭേദം വല്ല കന്നുകാലിയോടും പറയുന്ന. മര്യാദയ്ക്ക് അവനവന്റെ ജോലി വെച്ചോ. വെറുതെ എന്നെ തല്ലുകൊണ്ട് ചാവാൻ നിൽക്കല്ലേ. നിന്നോടൊക്കെ ഇത് പറയാൻ വന്നതിന് എന്റെ തലമണ്ട അടിച്ചു പൊട്ടിക്കണം. ആ ലഞ്ച് ടൈം ആയല്ലോ. പോയി വല്ലതും കഴിച്ചിട്ട് വന്ന ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഡാ വിജയ്, ലഞ്ച് ടൈം ആയി, ഞാൻ കഴിക്കാൻ പോവാ. നീ വരുന്നുണ്ടോ?
ഭദ്രമാതൃകയിൽ എന്താ ഉള്ളത്? എന്തായാലും നോക്കാം. ഗുരുജി, ഈ ആത്മാക്കള് ശരീരത്തിൽ പ്രവേശിക്കുന്നതിന് എന്തെങ്കിലും സയന്റിഫിക് റീസൺ ഉണ്ടോ? തീർച്ചയായും ഉണ്ട്. ആത്മാവുകൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നതിനും ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്നതിനും ശാസ്ത്രീയപരമായ ഒരു കാരണമുണ്ട്. ആത്മാവെന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിനുള്ളിൽ കഠിനമായ ചൂടോട് കുടികൊള്ളുന്ന ഒരു സൂക്ഷ്മ ശക്തിയാ. ആ ശക്തി ശരീരത്തിൽ നിന്ന് പുറത്തു വരാതെ ഇരിക്കാൻ നമ്മുടെ ശരീരത്തിന് ചുറ്റുമുള്ള സൂക്ഷ്മ ശരീരങ്ങൾ തടസ്സമാവും. ഈ സൂക്ഷ്മ ശരീരങ്ങളെ നമ്മൾ മാനസികം, പിന്നെ പാവനാത്മ ശരീരം എന്നൊക്കെ പറയും. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മനുഷ്യൻ മനസ്സുകൊണ്ട് വല്ലാതെ പേടിക്കുമ്പോ അല്ലെങ്കിൽ സങ്കല്പങ്ങളിൽ മുഴുകുമ്പോഴോ ഈ സൂക്ഷ്മ ശരീരങ്ങൾ അവരുടെ ശക്തികൾ പുറത്തെടുക്കും. ഇതുപോലുള്ള സന്ദർഭത്തിലാണ് ആത്മാക്കൾ മനുഷ്യ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഇതെല്ലാം ആത്മാവുകൾ ശരീരത്തിൽ നിന്ന് പുറത്തു വരാൻ കാരണമാവുമ്പോ ആത്മാക്കൾ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ മറ്റൊരു കാരണവുമുണ്ട്. അതേക്കുറിച്ചൊന്ന് പറയൂ ഗുരുജി. ചില പ്രത്യേക സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്യുന്ന മനുഷ്യന്റെ ആത്മാവിൽ ഈ സൂക്ഷ്മ ശരീരങ്ങൾക്ക് പ്രവേശിക്കാനേ ആവില്ല. അങ്ങനെയുള്ളപ്പോ ആത്മാവുകൾക്ക് തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കാനാവാതെ ശക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളപ്പോ ഈ ആത്മാവുകൾക്ക് ഈ ലോകം വിട്ട് മറ്റൊരു ലോകത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ആത്മാക്കൾ ഇവിടെ തന്നെ തുടരും. ഈ ആത്മാക്കളെ നമ്മൾ പ്രേതാത്മാക്കൾ എന്നാണ് പറയാറ്. ഇവയെല്ലാം ശരീരത്തെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാ? ഇങ്ങനെയുള്ള പ്രേതാത്മാക്കൾ താൻ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഭ്രമത്തിൽ തനിക്ക് അത് വേണം ഇത് വേണമെന്നുള്ള ആഗ്രഹത്താൽ ജീവിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അവറ്റകൾക്ക് ഭൗതിക ശരീരം എന്നൊന്നില്ല. അതായത് ഭൂമിയിലുള്ള ഏതൊരു കാര്യത്തിനെയും അതിന് അനുഭവിക്കാൻ സാധിക്കില്ല. എപ്പോൾ ആത്മാക്കൾക്ക് ആഗ്രഹിച്ചത് നേടാൻ സാധിക്കുന്നില്ലയോ ആ സമയത്ത് തനിക്ക് പ്രവേശിക്കാൻ ഏതെങ്കിലും ഒരു സ്ഥലം കിട്ടുമോ എന്നത് അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. ആ സ്ഥലമാണ് മനുഷ്യ ശരീരം. ഏതു മനുഷ്യന് ഭയമുണ്ടോ അങ്ങനെയുള്ള മനുഷ്യന്റെ ശരീരത്തിലേക്ക് പ്രേതാത്മാക്കൾ ചില വിചിത്ര കഥകൾ പറഞ്ഞ് പേടിപ്പിച്ച് അവന്റെ സൂക്ഷ്മ ശരീരത്തിന്റെ ബലം കുറച്ച് ആ മനുഷ്യന്റെ ശരീരം ബലഹീനമാക്കി ആ ശരീരത്തിനുള്ളിലേക്ക് അത് പ്രവേശിക്കും. പിന്നീട് ആ മനുഷ്യൻ മൂലം അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ അവറ്റകൾ ശ്രമിക്കും. ഇങ്ങനെയുള്ള സമയത്താണ് മനുഷ്യന്റെ പെരുമാറ്റ രീതികൾ മാറുന്നത്. കാരണം അവന്റെ മനസ്സ് അവന്റെ കൺട്രോളിലായിരിക്കില്ല. അവൻ വിചിത്രമായി പെരുമാറും. പുതിയ പുതിയ ആഗ്രഹങ്ങൾ അവനിൽ ഉടലെടുക്കും. എല്ലാം ശരീരത്തിനുള്ളിലെ ആത്മാക്കൾ ചെയ്യുന്ന ജോലിയാണ്. ചില മനുഷ്യരുടെ ചെറുപ്രായത്തിൽ ആ മനുഷ്യന്റെ ആത്മാവ് അവന്റെ ശരീരത്തിൽ നിന്ന് പുറത്തു വന്ന് മായിക ലോകത്തിൽ നിന്ന് പുറത്തു വന്ന് ഭൂലോകത്തിൽ കറങ്ങുന്നതെല്ലാം CCTV ക്യാമറകളിൽ റെക്കോർഡായിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു വീഡിയോ ഇപ്പോൾ ഞാൻ കാണിക്കാം. CCTV അതേക്ക് ഏതെന്തെങ്കിലും അറിയാൻ പറ്റില്ലേ? ചെക്ക് ചെയ്ത് നോക്കാം. എന്തോ വന്ന പോലെ തോന്നിയില്ലേ? അതെന്തായിരുന്നു? അതിന്റെ ശരീരത്തിൽ കയറിയില്ലേ? എന്താ അത്? എന്തൊക്കെ ഞാൻ കാണുന്നേ? എന്റെ ആത്മാവിന്റെ കൂടെ ചേർന്നോ? അപ്പോ കാലത്തെന്താ സംഭവിച്ചെന്നറിയണമല്ലോ. ഞാനല്ല അവിടെ ഇരിക്കുന്നത്. അവിടെ ആരും നിൽക്കുന്നുണ്ടല്ലോ. ഓ, അപ്പൊ എന്റെ ആത്മാവായിരുന്നു എല്ലായിടത്തും കറങ്ങി നടന്നത്. എല്ലാ CCTV ചെക്ക് ചെയ്യാം. എന്റെ പിന്നിലൊരു ആത്മാവുണ്ടല്ലോ. എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇതെന്റെ പിന്നിൽ നടക്കേണ്ട കാര്യം എന്താ?
അത് കണ്ടുപിടിക്കണം. സ്റ്റാഫ് മെമ്പേഴ്സ് എല്ലാവരും ഇമ്മീഡിയറ്റ് ആയി മീറ്റിംഗ് ഹാളിലേക്ക് വരൂ. അയ്യോ, വിളിച്ചപ്പോഴേക്കും എല്ലാം കൂടെ ഹാജരായല്ലോ. എന്നാലും കാര്യം എന്തായിരിക്കും? ഒന്നും മിണ്ടാതെ കൂടെ ചേർന്ന് നിൽക്കാം. ഹായ് 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 സർ. കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഐശ്വര്യ ഈസ് നോ മോർ. ഇന്നലെ രാത്രി അവർ കൊല്ലപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കമ്പനിക്ക് ഒരു നല്ല സ്റ്റാഫിനെ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ എനിക്ക് വിഷമമുണ്ട്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഐശ്വര്യയുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ വേണ്ടി നമുക്ക് ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കാം, പ്ലീസ്. താങ്ക് യു. നാളെ ഒരു ദിവസം കമ്പനി ലീവായിരിക്കും. ഇപ്പൊ നിങ്ങൾ എല്ലാവരും പോയിക്കോളൂ. എന്റെ ശരീരത്തിൽ ചേർന്ന ആത്മാവ്, ഇന്നലെ രാത്രി കൊല്ലപ്പെട്ട ഐശ്വര്യ, ഇതെല്ലാം വിചിത്രമായിരിക്കുന്നു. ഇതൊക്കെ സത്യമാണോ മിഥ്യയാണെന്ന് മനസ്സിലാവുന്നില്ല. ഞാനും ആത്മാവും ഐഷവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? പാർത്ഥസാരഥി എന്റെ മുഖത്ത് പ്രേതബാധ കണ്ടെന്നല്ല പറഞ്ഞത്. നോക്കണമല്ല. പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. പിന്നിലെന്താ കാണുന്നത്?